ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എപ്പോഴും നമ്മൾ പറയാറുള്ള ലെവൽസ് ഉണ്ടായി, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ മീൻസ് ആ ലെവൽസ് ബ്രേക്ക് ചെയ്തു. ആൻഡ് ഓൾറെഡി കുറച്ച് ഒരു പ്രോഫിറ്റ് അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ അതോടൊപ്പം ഒരു ട്രേഡ് റണ്ണിങ് ഉണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എപ്പോഴും നമ്മൾ പറയാറുള്ള മാതിരി തന്നെ ആ ലെവൽസിൽ എവിടെയാണോ ബ്രേക്ക് ഡൗൺ വരുന്നത് എന്ന് നോക്കാനാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് അത് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. ഇനി നാളെ മീൻസ് എങ്ങനെ അത് നമുക്ക് കണ്ടിന്യൂഷൻ ആവോ, ഓൾറെഡി സെക്കൻഡ് ക്യാൻഡിലും ഒരു കൺഫർമേഷൻ പോലെ വന്നിട്ടുണ്ട്. നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് OAM പ്ലസ് FI DA ഡാറ്റയൊക്കെ വെച്ചിട്ട് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ അവർ പോസിറ്റീവായിട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. സോ അപ്പോൾ നെഗറ്റിവിറ്റി നമ്മൾ കുറച്ച് ദിവസമായിട്ട് തന്നെ FISന്റെ ഭാഗത്ത് നിന്നൊക്കെ FIS DIS നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് ആയിരുന്നു. പിന്നെയും കുറച്ചൊന്ന് പൊസിഷൻസ് ഹോൾഡ് ചെയ്തത് FIS ആയിരുന്നു. അതിപ്പോൾ FISും എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് അതോടൊപ്പം തന്നെ നാളത്തെ ലെവൽസ് കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നോക്കാം. നമുക്ക് ഇന്ന് ഒരു ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ആൻഡ് ഇതായിരുന്നു നിഫ്റ്റി ഓപ്പൺ, ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നെയായിരുന്നു നിഫ്റ്റി ഇന്ന് ഉണ്ടായത്. ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പൺ ആയിരുന്നു. ദെൻ അവിടെ നിന്ന് ഒരു ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നമുക്ക് ആ 22,200 ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്നാണ് മീൻസ് പയ്യാണ് അവിടെ നിന്നൊരു എന്താ പറയുക ഒരു ഫാള് പോലെ വന്നത്. ദെൻ ഒരു ക്വിക്ക് ഫാൾ ആയിരുന്നു. ഇവിടെ വലിയ ഫാള് തന്നെ വന്നു. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഡിമാൻഡ് സോണിൽ ഒരു റീടെസ്റ്റ്, പിന്നെയും ഈ 22,000 എന്നുള്ള ലെവൽ നമ്മൾ ഈ ലെവലിലും ഒരു ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പുൾ ബാക്ക്, പിന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്തു, പിന്നെ പുൾ ബാക്ക് ആങ്ങാട് നടത്തി. ബട്ട് അവിടെ നമുക്ക് എന്താ പറയുക ഒരു മീൻസ് ഒരു ഫേക്ക് ഔട്ട് വന്നിട്ടാണ് വീണ്ടും നമുക്ക് 22,000 ബ്രേക്ക് ചെയ്തിട്ടാണ് താഴേക്ക് പോയത്. ആൻഡ് അങ്ങനെയാണ് ക്ലിയർലി ലെവൽ വൈസ് തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തേക്കുന്നത്. ആൻഡ് അത് കാണാം നിങ്ങൾക്ക്, എല്ലാ ലെവൽസും കാര്യങ്ങളും നിഫ്റ്റിയുടെ മൂവ് ചെയ്യുന്നത് കാണാം. വിത്ത് ഡിമാൻഡ് സോണിന്റെ ഇമ്പോർട്ടൻസും അതിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ലെവൽസ്. ദെൻ ബാങ്ക് നിഫ്റ്റിയും ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നെയായിരുന്നു. ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പൺ തന്നു. ദെൻ പയ്യെ ഒരു ഡേ ഹൈ, ഈ ഒരു ലാസ്റ്റ് ഡേൻ്റെ ഒക്കെ ഒരു ഹൈയിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തി. ആൻഡ് അവിടെ നിന്ന് സ്ലോലി ബാങ്ക് നിഫ്റ്റിയും ടേൺ ആയി. ബട്ട് പിന്നെ നമുക്കൊരു രണ്ട് വലിയ ക്യാൻഡലിൽ തന്നെ ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തു. ഡിമാൻഡ് സോണിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ്, പിന്നെ ഒരു സ്ലോലി കൺസോൾട്ടേഷൻ, പിന്നെ താഴേക്ക് പിന്നെയും ഫോളോ, പിന്നെ ബാക്ക് ടു ഡിമാൻഡ് സോൺ, പിന്നെയും അവിടെ നിന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഓവറോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു വൊളറ്റാലിറ്റി കൂടുതലായിരുന്നു. സ്ട്രൈറ്റ്ലി ഒരു ഫോൾ ആയിരുന്നെങ്കിലും നല്ല വൊളറ്റൈലായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നാളെയാണ് മന്ത്ലി എക്സ്പയറിയും കൂടി വരുന്നത്. സോ രണ്ട് മീൻസ് മന്ത്ലി എക്സ്പയറിയും കൂടി വരുന്നുണ്ട്. ഓവറോൾ വീക്ക്നെസ് ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ആൻഡ് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി നമുക്ക് കാണാം ഇവിടെ നല്ല രീതിയിലുള്ള വീക്ക്നെസ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 22,000 സ്ട്രാഡിൽ ഒരു ഫോർമേഷൻ പോലെ ഉണ്ട്. ബട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ഒന്നും പറയാനില്ല. സപ്പോർട്ട് 21,500 ആയിട്ടാണ് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. 21,900 ഒരു ചെറിയൊരു സ്ട്രാഡിൽ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. PCR 0.6 നെഗറ്റീവായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലാർജ് കോൾ 22,200 ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്കില്ല. ആൻഡ് മന്ത്ലിയിൽ നോക്കാം. മന്ത്ലിയിലും 22,200 തന്നെയാണ് ലാർജ് കോൾ നിൽക്കുന്നത്. പിന്നെ ആണ് 22,000 സ്ട്രാഡൽ ഫോർമേഷൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് 22,000 സ്ട്രാഡിൽ ആക്കാം. ഇവിടെ നമുക്ക് കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആൻഡ് 22 ഇത് ഫോർമേഷൻ മാറാണ്. ആ ഫോർമേഷൻ മാറാണ്. ആൻഡ് മേളിൽ നമുക്ക് 22,200 നല്ല റെസിസ്റ്റൻസ് മാത്രമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2200 ആണ് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് 21,100 പുട്ട് അത്ര വലിയ രീതിയിൽ നിൽക്കുന്നില്ല. ഓൾമോസ്റ്റ് അൺവൈൻഡിങ് 22,100 ഒക്കെ നടന്നു കഴിഞ്ഞു. ഓക്കെ, 21,500 ആണ് ഇപ്പോൾ. 21,700 നമുക്ക് ഒരു കോൾ പുട്ട് ബിൽഡിംഗ് അവിടെ എന്നിട്ടും കാണാൻ കഴിയുന്നില്ല. അതും നമ്മൾ ലൈറ്റ് ആക്കാണ്. അവിടെയൊന്നും നമുക്ക് പുട്ട് ബിൽഡിംഗ് ഇല്ല.
പിന്നെയും കുറച്ചും കൂടി ഉള്ളത് 21,500 ആണ്. 21,500 ഒരു ചെറിയ ഇൻക്രീസ് കൊടുക്കാം. ഓക്കെ, 21,500 ആണ് കുറച്ചും കൂടി ഒരു സപ്പോർട്ടായിട്ട് OA അനാലിസിസിൽ നമുക്ക് നോക്കാൻ കഴിയുന്നത്. 21,700 ഇപ്പോൾ ഇനീഷ്യലി നമുക്കിപ്പോൾ നല്ലൊരു സപ്പോർട്ടായിട്ടൊന്നും ഇപ്പോൾ നിൽക്കുന്നില്ല. ആൻഡ് അതാണ് നമുക്ക് ഓവറോൾ നിഫ്റ്റിയിലെ ഒരു ഇത് പറയാനുള്ളത്. 22,000 സ്റ്റിൽ സ്ട്രാഡിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് എല്ലായിടത്തും കോളാണ് റൈറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ അബോവ് എല്ലായിടത്തും റൈറ്റ് ഉണ്ട്. മാക്സിമം കോള് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ 22,200 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി. ആൻഡ് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും 46 ഒരു ചെറിയ സ്ട്രാഡിലുണ്ട്. ആൻഡ് ലാർജ് കോള് വരുന്നത് 46,500 ആണ്. ഇമീഡിയറ്റ് സപ്പോർട്ട് 45,500 ആൻഡ് ഏറ്റവും നല്ല സപ്പോർട്ട് 45,000. ആൻഡ് വീക്കിലി എടുത്താലും മന്ത്ലി എടുത്താലും ഓൾമോസ്റ്റ് അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആൻഡ് 46 നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ. 46 നമുക്ക് കാണാം. പുട്ട് ആൻഡ് ഇത് നമുക്ക് സ്ട്രാഡിലാക്കാം. ഓക്കെ, വിത്ത് കോളാണ് ഇവിടെ ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. കോൾ ബിൽഡിങ്ങോടുകൂടിയാണ് ആ സ്ട്രാഡിൽ നിൽക്കുന്നത്. അതൊരു റെഡിഷ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. ദെൻ നമുക്ക് 46,500 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് 46,500 സ്ട്രോങ് റെസിസ്റ്റൻസ്. അവിടെ സപ്പോർട്ടില്ല. ഞാൻ മേളിലേക്കും അത് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടല്ല അവിടെ നിൽക്കുന്നത്, റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് മേളിലേക്കെല്ലാം റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഇനീഷ്യൽ സപ്പോർട്ട് വരുന്നത് 45,000 ആൻഡ് ഇനീഷ്യൽ സപ്പോർട്ട് 45,500 ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, 45,500 ഒരു സപ്പോർട്ട് ഉണ്ട്, ലൈൻ സപ്പോർട്ട്. ആൻഡ് 45,000. ഓക്കെ 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 അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റി. സ്ട്രാഡിൽ 46 ഫസ്റ്റ് സപ്പോർട്ട് 45,500 ആണ്. മേലെ റെസിസ്റ്റൻസ് ആണെങ്കിൽ 46,500 ആണ്. ആൻഡ് പിന്നെ നമുക്ക് താഴേക്ക് സപ്പോർട്ട്. ബട്ട് ഇവിടെ നമുക്ക് നോക്കേണ്ടത് റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കൂടി തന്നെ നിൽക്കുന്നു. ആൻഡ് സപ്പോർട്ടിന്റെ കുറവ് അവിടെ ഉണ്ട്. മീൻസ് സപ്പോർട്ട് വളരെ ലൈറ്റ് ആണ് എന്ന് മാത്രം. അതായത് സപ്പോർട്ട് വീക്ക്നെസ് ആണ് അവിടെ നമുക്ക് OAയിൽ നമുക്ക് ഫീൽ ആവുന്നത്. ആൻഡ് രണ്ട് ചാർട്ട് നമുക്ക് 0.6 ആണ് PCR. സോ അതും നമുക്ക് വീക്ക്നെസ് ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ OA അനാലിസിസിൽ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റ ഫ്യൂച്ചർ ഓപ്ഷൻസിൽ FISനെ നോക്കാം. FIS ലാർജ്ലി കോൾ അൺവൈൻഡ്. ഇന്നലെ നമുക്ക് കോള് ലോങ്ങിലേക്കായിരുന്നു, ചെറിയൊരു നെറ്റ് ബുള്ളിഷ് ആയിരുന്നു. ഇന്ന് നമുക്ക് കോൾ ആൻഡ് പുട്ട് അൺവൈൻഡിങ് ആയിട്ടാണ് നടത്തിയേക്കുന്നത്. ബട്ട് ലാർജ്ലി കോളാണ് അൺവൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ലാർജ്ലി അത് ബിയറിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ആൻഡ് ഇത്രയും ദിവസം നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ചെറിയൊരു ബൈയിങ്ങും ചെറിയ സെല്ലിങ് നടത്തിയത് ഇപ്പോൾ നമുക്കൊരു സെല്ലിങ്ങിലേക്ക് പോയിട്ടുണ്ട്. -2,000 ഇൻഡെക്സ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് OA ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് കോൾ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുട്ടിന്റെ ചെറിയ ഒരു ലോങ്ങിലേക്കാണ് നിൽക്കുന്നത്. അതൊരു ഒരു കൺസോൾട്ടേഷനിന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. FIS ആണ്. സ്റ്റിൽ നമുക്ക് FIS ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് സെല്ലിംഗ് എന്ന് പറയുന്നത് 29,000 ആണ്. ആൻഡ് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു 2,000 കൂടുതൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹ്യൂജ് സെല്ലിംഗ് അവിടെ കാണാൻ കഴിയുന്നില്ല. മേ ബി അതൊരു ഒരു വലിയൊരു സെല്ലിങ്ങിലേക്ക് പോയില്ല എന്നുള്ളൊരു സൂചനയാകാം അത് തരുന്നത്. ബാക്കിയെല്ലാം കൊണ്ടും ഓവറോൾ നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും ആ ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ സെല്ലിങ്, OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ സെല്ലിങ് ഇത്രയും ഫോൾ ഉണ്ടായിട്ടും അവിടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്നു. ദെൻ ഇനി നമുക്ക് പ്രോ വെച്ച് നോക്കാം. പ്രോയിൽ നമുക്ക് പ്രോ കോൾ അൺവൈൻഡിങ് നടത്തിയിട്ട് ലോങ്ങിലേക്ക് പുട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബിയറിഷ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് കുറച്ച് പുട്ട് ലോങ്ങിലേക്ക് ഇല്ലാത്തത് കൊണ്ട് മേ ബി അവിടെ ഒരു കൺസോൾട്ടേഷനും ഉള്ള ഒരു ചാൻസ് 46 മേ ബി നമുക്ക് ഒരു കൺസോൾട്ടേഷൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പ്രോ ഇന്ന് ശരിക്കും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ബുള്ളിഷ് ആയിരുന്നു. 8,700 crore ബുള്ളിഷ് ആയിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് കാണാം. ഇവിടെ നമുക്ക് OA ഇൻഡെക്സിലാണ് കുറച്ചും കൂടി, ഇൻഡെക്സ് ഓപ്ഷൻസിലാണ് കുറച്ചും കൂടി ഒരു
എന്താ പറയുക, ഒരു വീക്ക്നെസ്സിൻ്റെ കുറച്ചൊരു കാഠിന്യം മനസ്സിലാക്കി നമുക്ക് ലോങ്ങിലേക്ക് നല്ല രീതിയിൽ അൺവൈൻഡിങ്ങും ആൻഡ് കോൾ അൺവൈൻഡിങ് പുട്ട് ലോങ്ങിലേക്കും പോയിട്ടുണ്ട്. സോ അത് എന്താ പറയുക, പുട്ട് ബൈയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഹെവി ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ആൻഡ് സെല്ലിങ് ഇന്നലത്തെ അത്രയും സെല്ലിങ് ഇന്ന് വന്നിട്ടില്ല. പ്രോ ഒരു -12,000 മാത്രമാണ് ഇന്ന് സെല് ചെയ്തിട്ടുള്ളൂ. സോ ആ സെല്ലിങ് ഇന്നലത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. മേ ബി ഒരു നമുക്ക് എന്താ പറയുക, ഒരു മീൻസ് ഒരു അല്ലെങ്കിൽ ഒരു ബോട്ടം കിട്ടാനുള്ള ചാൻസ് അധികമാണ്. ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ബോട്ടം വൈസ് നമുക്കൊരു സ്റ്റോപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ്, നല്ല ഇതിന് സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. സോ അതാണ് പ്രോ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇനി ക്യാഷ് മാർക്കറ്റ് നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ സെയിം ഈക്വൽ എമൗണ്ടിലാണ് FIDA നടത്തിയേക്കുന്നത്. ബട്ട് അതിനനുസരിച്ചുള്ള റിക്കവറി നമുക്ക് മാർക്കറ്റിൽ തന്നിട്ടില്ല. ബട്ട് ഇന്ന് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ വെച്ച് നോക്കിയാൽ നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലും കൂടി ഒന്ന് നോക്കാം. ഓവറോൾ നമുക്ക് നമ്മളിത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ലെവൽസ് ആയിരുന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് ഫോളോ കിട്ടി, ആൻഡ് ഇവിടെ ഫോളോ വന്നു, റീടെസ്റ്റ് ഫോളോ വന്നു, ദെൻ ഈ ലെവലിലേക്ക് പോയേക്കായിരുന്നു. ദെൻ അവിടെയും നമുക്ക് ഇപ്പം ഈ ലെവൽ ബ്രേക്ക് ചെയ്തേക്കാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മേ ബി ഈ ഒരു ചാനലിൻ്റെ ഒരു 700 സപ്പോർട്ട് എടുക്കാം എന്ന് മേ ബി തോന്നുന്നു. ബിക്കോസ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ FISും DISന്റെ സെല്ലിങ്ങൊന്നും അത്ര വലിയ ഒരു ഇതായിട്ടൊന്നും കാണുന്നില്ല. അപ്പം നാളത്തെ മാർക്കറ്റും കൂടി ക്ലോസ് ചെയ്താലേ നമുക്കറിയാൻ പറ്റും. അപ്പം മേ ബി നമുക്കൊരു സപ്പോർട്ട് ഈ ചാനൽ ലോ തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് ചാനൽ ലോ അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബൈ സൈഡ് കിട്ടിയാൽ നമുക്ക് മേ ബി അവിടെ നിന്ന് നമുക്ക് നല്ലൊരു റാലി, ബിക്കോസ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സും കൂടി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു റാലി കിട്ടാനുള്ള ചാൻസസ് അധികമായിരിക്കും എന്ന് വിചാരിക്കാം. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഈ ചാനലിൻ്റെ ലോ ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ ചാനൽ ലോ ആയിരിക്കും മേ ബി നിഫ്റ്റി സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഇതാണ് മീൻസ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നല്ല റെഡ് ക്യാൻഡിൽ വന്നു. ഇവിടെ നിന്നുള്ള ഈ ഫോള് ദെൻ നമുക്ക് നല്ലൊരു ടെസ്റ്റ് വന്നു, പിന്നെ നമുക്ക് ഫോളായിട്ട് തരികയാണ്. ആൻഡ് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. 44,800 to 45,000 എന്നുള്ള നല്ലൊരു സപ്പോർട്ടാണ്. മേ ബി ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു 45,000 ഒരു 45ന്റെ ആ ഒരു റേഞ്ചിൽ വന്നിട്ട് മേ ബി ഒരു റിവേഴ്സ് പ്രതീക്ഷിക്കാം. ആൻഡ് അതാണ് നമ്മൾ മാക്സിമം കരുതുന്നത്. 4 hour ടൈം ഫ്രെയിമിൽ ഒന്നുകൂടി നോക്കുക. ഒരു ഫോളോ വന്നാൽ തന്നെ ഇവിടെ നിന്നൊരു റിക്കവറി, ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്നതാണ്. സ്റ്റിൽ നമുക്ക് കൺഫർമേഷൻ എടുക്കുക. ആൻഡ് ഇവിടെ നമുക്ക് കൺഫർമേഷൻ എടുത്ത മാതിരി ഇവിടെയും റിവേഴ്സിനായാലും ഒരു കൺഫർമേഷൻ എടുക്കാൻ നോക്കുക. ആൻഡ് മാക്സിമം നമ്മൾ അത് ചാനലിൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോളോ ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലെവൽസ് തന്നെയാണ്. എല്ലാവരും ലെവൽസ് വാച്ച് ചെയ്ത് തന്നെ പോവുക. ലെവൽസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ബട്ട് FISന്റെ സെല്ലിങ് ഒരു നല്ല രീതിയിൽ, FISും DISന്റെ സെല്ലിങ് അത്ര നല്ല രീതിയിൽ വന്നിട്ടില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബോട്ടം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേ ബി നമുക്ക് വരും ദിവസങ്ങളിൽ സപ്പോർട്ട് എടുക്കും എന്ന് തന്നെ വിചാരിക്കുക. ആൻഡ് ഇനി അതല്ല, ഇനി നാളെ സെല്ലിംഗ് കൂടുകയാണെങ്കിൽ മേ ബി ഒരു സെല്ലിംഗ് തുടങ്ങും. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.